ലൂണയില്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായോ? ഇതാണിപ്പോൾ രാഹുലിനോട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. എന്നാൽ അദ്ദേഹം അതിന് കൃത്യമായ മറുപടി തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ 7Kയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് 7K ആക്കി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയോട് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ മലയാളി താരം രാഹുൽ KPയോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ISL 11ാം സീസണിലെ ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങി. എന്നാൽ ലൂണയുടെ അഭാവം അത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായോ? ഇതാണ് രാഹുൽ KPയുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. എന്നാൽ രാഹുൽ KP അതിന് പറയുന്നത് ഇപ്രകാരമാണ്: ഒരു താരത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ലൂണ കളിച്ചില്ല എന്നതുകൊണ്ടല്ല ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഞങ്ങൾ 100% ഗ്രൗണ്ടിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ റിസൾട്ട് ഞങ്ങൾക്ക് അനുയോജ്യമായതല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത മത്സരത്തിൽ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ KP ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ലൂണ ഇല്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ പരാജയപ്പെട്ടത്. എന്തായാലും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്തിരി കൂടി മികച്ച പ്രകടനം നടത്തിയേനെ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ലൂണ ഇല്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ പരാജയപ്പെട്ടത്. ഒരു താരത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ടീമിനൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ അത് പറയുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ സീസണിലെ കാര്യം നമുക്കറിയാം. ലൂണ പരിക്ക് പറ്റുന്നതിന് മുമ്പ് വരെ ബ്ലാസ്റ്റേഴ്സ് 1ാം സ്ഥാനത്തായിരുന്നു തുടർന്നിരുന്നത്. എന്നാൽ ലൂണയ്ക്ക് പരിക്ക് പറ്റിയതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അതും കൂടി നമ്മളോട് ഓർക്കേണ്ടതുണ്ട്. എന്നാൽ രാഹുൽ KP ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്: ഒരു താരത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇനി ലൂണ തിരിച്ചു വരുമ്പോൾ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.